നമസ്കാരം. ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും എന്നതായിരുന്നു ഇന്ന് രാജ്ഭവന് മുന്നിലെ SFI പ്രതിഷേധക്കാരുടെ ബാനറിലെ മുദ്രാവാക്യം. SFI പ്രതിഷേധത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗവർണറുടെ ചുമതലയും കടമകളും ഈ വർഷം തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും ഭാരതാംബ വിഷയത്തിൽ സർക്കാർ പ്രതിഷേധ വഴിയിലേക്ക് തിരിഞ്ഞതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. RSS വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാരതാംബ ചിത്രം ദേശീയതാ ചിഹ്നമാണെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഭാരതാംബ സങ്കല്പം പിറവിയെടുത്ത പശ്ചിമ ബംഗാളിലും ഗവർണർ CV ആനന്ദ ബോസ് ഇതേ ചിത്രം ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലുമാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളോടുള്ള പ്രതിരോധമായി മാറുകയാണോ സർക്കാർ ഗവർണർ പോർമുഖം തുറന്നിട്ട ഭാരതാംബ വിവാദം? ന്യൂസ് ഈവനിംഗ് തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത്. സംസ്ഥാപകന്റെ കെട്ടുപാടുകളും ചിട്ടവട്ടങ്ങളും ആശയ ലോകവും എല്ലാം മാറ്റിവെക്കാൻ ഗവർണറായിട്ടും അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്തു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വൈകുന്നേരം നമ്മളോടൊപ്പം ചർച്ചയ്ക്കായി എത്തിയിട്ടുള്ളത് സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇടത് സഹയാത്രികനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ റെജി ലൂക്കോസ്, വലത് സഹയാത്രികൻ എന്ന് നമുക്ക് പറയാം ശ്രീ മിഥുൻ വിജയകുമാർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ആദ്യം കൃഷിമന്ത്രി, പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി. പിണറായി വിജയൻ സർക്കാരിലെ 2 മന്ത്രിമാർ രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്നും അതിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങുകൾ നടത്തുന്നതിനെതിരെയുമുള്ള അവരുടെ വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് ഒരാൾ പരിപാടി മാറ്റിവെക്കുകയും മറ്റൊരാൾ ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തിരിക്കുന്നു. ഇത് രണ്ടിന് ശേഷവും രാജ്ഭവന്റെ പ്രതികരണം ഒരേ സ്വഭാവത്തിലുള്ളതാണ്. ഇതിനിയും തുടരും എന്നാണ് ഗവർണറുടെ നിലപാട്. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോട്ടോകോൾ ലംഘനം ആരോപിക്കുകയാണ്. ഗവർണർ പറയുന്നു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടേത് പ്രോട്ടോകോൾ ലംഘനമാണ്, അതിൽ പരാതിപ്പെടാൻ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകാൻ പോകുന്നു എന്ന് രാജ്ഭവനിൽ നിന്നുള്ള വിവരങ്ങൾ. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർക്ക് യോജിച്ച നിലപാടായില്ല അദ്ദേഹം സ്വീകരിച്ചത്, അതാണ് പ്രോട്ടോകോൾ ലംഘനമെന്ന്. ഇതൊരു ഭരണഘടനാ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭരണഘടനയുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളെ വിലയിരുത്തിയാൽ ആരുടേതാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പ്രോട്ടോകോൾ ലംഘനം? ഗവർണറുടേതോ മന്ത്രിമാരുടേതോ? പ്രോട്ടോകോൾ ലംഘനമാണോ അല്ലയോ എന്നുള്ള ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. ചില കാര്യങ്ങളിൽ ആയിരിക്കണമെന്നില്ല. നിയമവിരുദ്ധമല്ലാത്ത ഒരവസ്ഥയിലും ഡിസൈറബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡിസൈറബിൾ എന്താണ് കാക്ഷിക്കാവുന്നത്, എന്താണ് പ്രതീക്ഷിക്കാവുന്നത്? സംസ്ഥാനത്തെ നയരൂപീകരണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി സഭയുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മന്ത്രിസഭയുണ്ട്. മന്ത്രിസഭയ്ക്ക് ജനങ്ങളോട് നേരിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, സഭയോട് ഉത്തരവാദിത്വമുണ്ട്. അവരാണ് സംസ്ഥാനത്തെ നയങ്ങൾ നടപ്പാക്കേണ്ടത്. ഗവർണർ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഗവർണർ എന്ന് പറയുന്നത് കൂടി ഉൾപ്പെടുന്ന ഗവർണർ സ്ഥാനം കൂടി ഉൾപ്പെട്ടിട്ടാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഗവർണറും ആ സംസ്ഥാനത്തേക്ക് നിയമിതനാകപ്പെടുന്ന ഭരണഘടനയിലെ ഏറ്റവും വലിയ പദവിയാണ്. സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളും ഭരണഘടനാ തത്വങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥനുമാണ്. അപ്പോൾ ഇതിൽ ഈ മന്ത്രിമാരുടെ പ്രതിഷേധത്തിൽ കാര്യമുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഫ്ലാഗ് കോഡ് അല്ലെങ്കിൽ നാഷണൽ സിംബൽ ഒക്കെയാണ് ഗവർണർ അവിടെ വെക്കുന്നതെങ്കിൽ മന്ത്രിമാരതിനെ ആദരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് നിയമത്തിൽ പറയാത്തൊരു കാര്യം. ഇന്ത്യൻ ഭരണഘടന വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയെ വന്നിച്ചിട്ട് പാർലമെൻറ്റിലേക്ക് കയറുന്നു. ഭരണഘടന തിരുത്തപ്പെടാവുന്ന ഒരു സംവിധാനമാണ്. അതൊരു ഹോളി ബുക്ക് പോലെ അല്ല. പക്ഷേ എങ്കിലും ഭരണഘടനയെ ആദരിക്കുന്നു, അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പ്രിയാമ്പിൾ വെക്കുന്നു.
ഇല്ലെങ്കിൽ നമ്മുടെ നാഷണൽ എംബ്ലം അവിടെ വെക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ ഫോട്ടോ വെക്കാൻ പോലുള്ള സംവിധാന നിയമങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതെല്ലാം സ്വാഗതാർഹമാണെന്നിരിക്കെ ഒരു വിശ്വാസധാരയുടെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സാധാരണ ഗവർണർ പ്രതിനിധീകരിക്കുന്ന ആ വിശ്വാസധാരയിൽ അവർ വെക്കുന്ന ആരാധിക്കുന്ന ഒരു മൂർത്തി, അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അഫെയറിൽ വെക്കാം. അല്ലെങ്കിൽ ഗവർണറുടെ മന്ദിരത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് അഫെയറിൽ പോലും വെക്കുന്നതിൽ തടസ്സമില്ല. പക്ഷേ മന്ത്രിമാരെ വിളിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിലെ മന്ത്രിയെ വിളിക്കുമ്പോൾ അതിൽ ഇതുപോലുള്ള ഒരു പ്രകടനം പ്രത്യക്ഷത്തിൽ ഗവർണർ രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഭരണഘടനാപരമായിട്ട് കാക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല. നിയമപരമായിട്ട് അതിന് നിയമപരമായ ലംഘനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയില്ല. കാരണം അദ്ദേഹം അത് പറയുന്നത് ഭാരതാംബയാണ്, ഭാരത മാതാവാണ്, ഭാരത മാതാവിൻ്റെ പ്രതീകം വെക്കരുതെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് നിയമവിരുദ്ധമാണോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ എന്താണ് സുപ്രീം കോടതി വിധികളുണ്ട്, ഗവർണർക്ക് എന്താണ് ഒരു രാഷ്ട്രീയത്തിൽ ഗവർണറുടെ റോൾ എന്താണ്? ഡേ ടു ഡേ പൊളിറ്റിക്സിൽ ഇടപെടാൻ ഉള്ള ഒരു സംവിധാനമല്ല ഗവർണർ ഒരു ഉയർന്ന ഭരണഘടനാ പദവിയാണ്. ഭരണഘടനയുടെ തത്വങ്ങൾ, കേന്ദ്രം പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളൊക്കെ ഒരു സംസ്ഥാനം ഫോളോ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നുണ്ടോ, സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണവും അതിലെ ഭരണവും ഒക്കെ ഭരണഘടനാ വിധേയമായിട്ടാണോ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് കാണാനും അതിൽ മന്ത്രിസഭയിലെ ഉപദേശം സ്വീകരിക്കാനും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അവിടെ വന്നിട്ട് ഗവർണർക്ക് വിശ്വാസമുള്ള ഒരു വിശ്വാസധാരയിൽ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം. ഒറ്റ കാര്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നിയമത്തിന്റെ കണ്ണിൽ പരിശോധിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായ ഒരു സംഭവം എന്നത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ താങ്കൾ തന്നെ പറഞ്ഞ ഡിസൈറബിലിറ്റി ഇത് അഭികാമ്യമാണോ എന്ന ചോദ്യം ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് പറയാൻ ഒരു ന്യായമുണ്ട്. അദ്ദേഹം പറയുന്നത് ഭാരതാംബ എന്നത് അമ്മയേക്കാൾ മുകളിൽ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥാനമാണ്. അതുകൊണ്ട് ഭാരതാംബ ഒരു ചർച്ചാ വിഷയമാക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് രാജ്യത്തെ അമ്മയുടെ മാതാവിൻ്റെ തുല്യമായി കാണുന്ന ഒരു ദേവീ സങ്കല്പമായി അവതരിപ്പിക്കുന്ന ഒന്നാണ്. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് തന്നെ അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായി, കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ശക്തി പ്രകടനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ബിംബമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാരതാംബയെ അത് ഈ രാജ്യത്തിലെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആ ഭാരതാംബയുടെ മക്കളാണ്. ഈ സങ്കല്പമാണ്. അതുകൊണ്ട് ഈ സങ്കല്പം മാറ്റാനോ ഈ സങ്കല്പത്തിനെ ഉടയ്ക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സമീപനം സ്വീകരിക്കാനോ ഞാൻ തയ്യാറല്ല എന്ന് ഒരു ഗവർണർ നിലപാടെടുത്താൽ സംസ്ഥാന സർക്കാരിനോ അതല്ലെങ്കിൽ ഈ വിശ്വാസത്തെ അംഗീകരിക്കാത്തവർക്കോ എന്താണ് ചെയ്യാൻ കഴിയുക? നിയമപരമായും ഭരണഘടനാനുസൃതമായും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ഭരണ ഇടപെടലുകൾ എന്ന നിലയിലും എന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അത് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുക? ഇവിടെ ഒരു ഭാഗം രാജ്ഭവൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ദേശീയതയുമായി ബന്ധപ്പെട്ട ബിംബമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മറുഭാഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നു, ഇത് ഒരു തരത്തിലും ദേശീയതയുമായി ബന്ധപ്പെട്ടതല്ല, ഇത് RSS അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണെന്ന്. ഇത് പൊതുസമൂഹത്തിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? അത് ഇപ്പോൾ മന്ത്രിമാർ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ്. ഇതിൽ നിർബന്ധമായും പങ്കെടുക്കണം എന്ന് ശാഠ്യം പിടിക്കാൻ ഗവർണർക്കും അധികാരമില്ല. ഗവർണർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്, അദ്ദേഹത്തിന് ആ വിശ്വാസമാകാം. പക്ഷേ അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിശ്വാസധാരയാണ്. അത് അദ്ദേഹം ഗവർണറുടെ പദവിയിൽ ഇരിക്കുമ്പോൾ ഭരണഘടനയിൽ പറയാത്തൊരു കാര്യം എങ്ങനെ ഗവർണറുടെ ഓഫീസിലേക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യമാണ്. അവിടെ മന്ത്രി ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. എനിക്ക് കാൾ മാർക്സിൻ്റെ വിശ്വാസധാരയിൽ വിശ്വാസമുണ്ട്, അത് വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് പൂവിടണം, അല്ലെങ്കിൽ അവിടെ മാർക്സിനെ വന്നിച്ചിട്ട് വേണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിപാടികൾ തുടങ്ങണം എന്ന് എനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ശരിയായ ഒരു ചോദ്യമാണ്. കാരണം ആ താരതമ്യത്തെ ചോദ്യം ചെയ്യുന്നതല്ലേ ഗവർണർ നിരത്തുന്ന ന്യായം, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? അതല്ലേ ഇവിടുത്തെ പ്രശ്നം? ഗവർണർ പറയുന്നത് ഇത് ദേശീയതയുമായി ബന്ധപ്പെട്ടതാണ്, ഇത് എൻ്റെ രാജ്യഭക്തിയുമായി ബന്ധപ്പെട്ടതാണ്, ഇത് ഇന്ത്യ എന്ന സങ്കല്പത്തെ അതിനൊരു സ്വരൂപമായി അവതരിപ്പിക്കുന്നതാണ്, ഇത് ഭാരതീയരായ ആരും
അംഗീകരിക്കേണ്ട ഒന്നാണ് എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ RSSന്റെ ബിംബം എന്ന നിലയിലോ RSSന്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം എന്ന നിലയിലോ അല്ല. അപ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. ദേശീയതയ്ക്ക് ഒറ്റ നിർവചനമല്ല. ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു ഭാരത് മാതാവ് എന്താണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വിശദീകരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും, ഭാരതത്തിലെ കൃഷിക്കാരും പട്ടിണി കിടക്കുന്നവരും ഇവിടുത്തെ പണിക്കാരും എല്ലാവരും കൂടി ഉൾപ്പെട്ടതാണ് ഭാരതമാതാവ്. ആ രീതിയിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ജയ് വിളിക്കുന്നത് എന്ന് നെഹ്റു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ആ രീതിയിലാണ് ഭാരത് മാതാവിനെ കാണുന്നത്. വേറൊരു വിശ്വാസധാര. ഗവർണർ വേറെ രീതിയിൽ കാണുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഹരികൃഷ്ണൻ, അതായത് നമ്മുടെ ചൈനയെ പോലെ തന്നെ ഒരു വളരെ വലിയ സാംസ്കാരിക ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും എഴുതിയിരിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെപ്പറ്റി ഒരു വാക്കുപോലും ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരു വളരെ വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സിയിലേക്ക്, ചർച്ചകളിലേക്ക്, വിയോജിപ്പുകളിലേക്കൊക്കെ പോകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുന്നു. അതിൽ വേണ്ട മിനിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ചൈനയിൽ ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക പൈതൃകത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയുടെ ഭരണഘടന തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ അത് അന്ന് ഭരണഘടന ഫ്രെയിം ചെയ്ത സമയത്ത് തന്നെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ രാജ്യത്തിന് വേണ്ടി ജയിലിൽ പോവുകയും അതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ആളുകൾ ഉൾപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും ഭാരതാംബ എന്നോ അല്ലെങ്കിൽ ഭാരതം എന്നുള്ള വാക്കിനെപ്പറ്റി പോലും ഡിസ്കഷൻ നടന്നപ്പോൾ നെഹ്റുവും അംബേദ്കറും ഒക്കെ പറഞ്ഞത് ഇത് അത്ര പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. നെഹ്റു അംബേദ്കറും പറഞ്ഞ് ഭാരതം എന്ന വാക്ക് കൂടി ഉപയോഗിക്കാം, വേണമെങ്കിൽ ഇന്ത്യ എന്നുള്ള വാക്ക് അവിടെ കിടക്കട്ടെ. ഇതിലേക്ക് ഒരുപാട് സമയം കളയേണ്ടതില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയ്ക്ക് മുമ്പ് നിൽക്കുന്നു. അവിടെ പട്ടിണി മാറ്റാനുള്ള രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന ഒരു തിരിച്ചറിവ് വന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് വേണ്ടത്. ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയം പറയാൻ വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ മന്ത്രിമാർക്ക് അവരുടെ ആ ഒരു ചടങ്ങിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ബിംബത്തെ ഇതാണ് ഭാരതാംബ എന്ന് പറഞ്ഞ് നമസ്കരിക്കണമെന്നോ ഒരു നിയമപരമായ ബാധ്യതയില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ് അതിൽ അഭികാമ്യമായിട്ടുള്ള നടപടി. അത് അവർ ചെയ്യുകയും ചെയ്തു. അത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിയാണ്. ഗവർണർ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ റെജി ലൂക്കോസ്, മുൻ ഗവർണറെ പോലെയല്ല ഈ ഗവർണർ മാന്യനാണ് എന്ന് ആദ്യം തന്നെ ഗവർണറെ വിലയിരുത്തി അഭിപ്രായം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്നലെ ഇപ്പോൾ ഈ രാജ്ഭവൻ സംഘടിപ്പിച്ച ചടങ്ങിൽ നിന്ന്, ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് ഭാരതാംബ ചിത്രത്തിൻ്റെ പേരിൽ ആ പരിപാടിയിൽ നിന്ന് വോക്കൗട്ട് നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു, മുൻ ഗവർണറേക്കാൾ കൂടുതൽ രാഷ്ട്രീയമുള്ളയാളാണ് ഇപ്പോഴത്തെ ഗവർണർ, അദ്ദേഹം തിരുത്താൻ തയ്യാറല്ല എന്നാണ്. ഗവർണറെ വിലയിരുത്തിയ കാര്യത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പിഴവ് സംഭവിച്ചു എന്നാണോ ഈ പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്? ഗവർണർ അദ്ദേഹം ഒരു RSS ആശയധാരയിൽ വാർത്തെടുക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ആ പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്. അദ്ദേഹം ഭാരതാംബ എന്ന ചിത്രത്തെ അവതരിപ്പിക്കുന്നത് ദേശീയ ചിഹ്നം എന്ന നിലയിലാണ്. ആ ദേശീയ ചിഹ്നത്തെ അവഹേളിക്കുന്ന സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അതിലെന്ത് തെറ്റ് എന്ന് ചോദിക്കുന്നവരോട് എന്താണ് ഇടതുപക്ഷം പറയുക? സർക്കാർ എങ്ങനെയാണ് ഇനി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? മുൻ ഗവർണറേക്കാൾ കൂടുതൽ അപകടകാരിയായ മറ്റൊരു ഗവർണർ സർക്കാരുമായുള്ള ബന്ധം മോശമാകുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണോ പുതിയ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നൽകുന്ന ചിത്രം? ഗോപികൃഷ്ണ, ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. അതായത് ബഹുമാനപ്പെട്ട ഗവർണർ അജ്ലേക്കർ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെയുള്ള അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളിൽ കാര്യമായ രീതിയിലുള്ള പിഴവുകളോ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത പോലുള്ള വികലമായ ഒരു ഗവർണർക്ക് ഒരിക്കലും ചേരാത്ത രീതിയിലുള്ള പ്രവർത്തികളുടെ അദ്ദേഹത്തിന്റെ ഭാഗത്തിന് ഉണ്ടായിട്ടില്ല. ഒരാളുടെ പെരുമാറ്റമല്ലേ നമ്മളെ ഒരാളെ ഏത് രീതിയിലാണെന്ന് ഉള്ള അളവുകൾ വെച്ച് നമുക്ക് വിധി എഴുതാൻ പറ്റൂ. ആ അർത്ഥത്തിൽ അതുവരെയുള്ള അജ്ലേക്കറെ സംബന്ധിച്ചോളം കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പൊതുസമൂഹവും വിചാരിച്ചത് ഇദ്ദേഹം ആ കാര്യത്തിൽ ഒരു മാതൃകയാണെന്ന് തന്നെയാണ്. മുഹമ്മദ് ആരിഫ് ഖാനിന്റെ ദുർമാർഗതയല്ല ഇദ്ദേഹം കാണിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്തത് എന്താണ്? അദ്ദേഹം കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നമുക്ക് മുഴുവൻ അറിയാൻ പറ്റും. കൃഷിമന്ത്രി ബഹുമാനപ്പെട്ട പി പ്രസാദ് എടുത്ത നിലപാട് കേരളം മുഴുവൻ അംഗീകരിച്ചു, കേരളത്തെ പ്രതിപക്ഷം അംഗീകരിച്ചു.
ഇപ്പോൾ അദ്ദേഹം ചെയ്തതിനകത്ത് ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നതിനേക്കാൾ അപ്പുറം. ഒന്ന്, അദ്ദേഹം ഈ വിഷയങ്ങൾ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ കാണിച്ച ഈ രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരിക്കലും പ്രതിപാദിക്കാത്ത അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ബിംബത്തെ ആ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ മനസ്സിൽ ഇതാണ് ഭാരതാംബ, ഈ കാവിധാരിയാണ് ഭാരതാംബ. ഇന്ത്യയുടെ ചിത്രം പോലും വികലമായി കാണിച്ചുകൊണ്ട് 1981 എൻ്റെ ഓർമ്മ, പശ്ചിമബംഗാളിലെ ഒരു കലാകാരന്റെ ഭാവനയിൽ വന്ന അതിനെ വികൃതമായ രീതിയിൽ കാവി സാരി ഉടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കാണിക്കുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ ഭാരതാംബ അല്ല ഭാരതത്തിന്റെ പ്രതീകം ഇതാണെന്നുള്ള ഒരു വിഷലിപ്തമായിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് ആ കുട്ടികളുടെ മനസ്സിലേക്ക് അദ്ദേഹം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്. തന്നെയല്ല ഒരു ഗവർണറെ സംബന്ധിച്ചോളം ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്താണ്? അദ്ദേഹം സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരാൾ തന്നെയാണ്. ഇത് പലതവണ നമ്മുടെ സുപ്രീം കോടതി ആവർത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ഗവർണർ അദ്ദേഹത്തിന്റെ നടപടിക്ക് എതിരായിട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉദ്ദേശിക്കുന്ന നടപടിക്രമങ്ങളും ഇവരുടെ ഇവരുടെ ജോലി അല്ലെങ്കിൽ ഇവരൊരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ്, അത് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ഒരുപാട് പരിമിതികളുണ്ട്. അല്ലാതെ കൊണ്ട് RSSന്റെ ശാഖയായി അദ്ദേഹം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചരിത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇനി രണ്ടാമത് ആ ചിത്രം ശ്രദ്ധിച്ചു, എനിക്ക് തോന്നുന്നു രണ്ടാമത് ആ ചിത്രം വിവാദമായപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രം മാറ്റിയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ കാണുന്നത് പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജമ്മു കാശ്മീർ എവിടെ പോയി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഇവർ ഈ പറയുന്ന ഈ ബിംബത്തെ ഇവർ കണ്ടെത്തിയെന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നാണ് അക്കാലത്ത് എങ്ങനെ പാകിസ്ഥാൻ വിഭജനം നടന്നത്? 620 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അവിടെ എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റി ഇപ്പോൾ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഈ ഇതുണ്ടായത്? അപ്പൊ ഇവർ പർപ്പസ് ആയിട്ടുണ്ടോന്നല്ലേ? ഇവർ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വത അവതരിപ്പിക്കണമായിരുന്നു. കാവി ധരിപ്പിച്ചിരിക്കുന്ന ഒരു ബിംബത്തെ നമ്മുടെ കുട്ടികളെ പോലെയുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ഗവർണർ അങ്ങേയറ്റം അപകടകാരിയാണ്. ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ വിധേയത്വത്തോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി, ആ ഒരു ഗവർണർ, അദ്ദേഹം തീർച്ചയായിട്ടും ഔദ്യോഗിക ചടങ്ങുകളിൽ അത്തരം ഈ രീതിയിലുള്ള ഒരു വികലമായിട്ടുള്ള ഒരു ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാണ് ഇന്ത്യയുടെ ബിംബം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചിഹ്നം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളിൽ ഒരു ചിന്ത കുത്തിവെക്കുന്നത് അങ്ങേയറ്റം വിഷലിപ്തമാണ്. ഇത് തന്നെയല്ലേ ഇന്ത്യയുടെ പുതിയ ലോക്സഭയിൽ വെച്ചിരിക്കുന്ന ആ ചെങ്കോൽ എന്ന് പറയുന്ന സാധനം? ഇപ്പൊ അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റിയിട്ടില്ലേ ഇന്ത്യയിൽ? അപ്പോൾ ഭാവി ഇന്ത്യ ഏത് രീതിയിലാണ് ഇവരെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചിത്രീകരണത്തെ വിശ്വസിക്കുക? അപ്പൊ വളരെ ബുദ്ധിപൂർവമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ നേടിയെടുത്തിരിക്കുന്ന മതേതര സങ്കല്പവും ഇന്ത്യൻ ഭരണഘടനയിലോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമവ്യവസ്ഥയോ പറയാത്ത രീതിയിലുള്ള കാവ്യവൽക്കരണമാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, അല്ലെ ഈ രാജ്യം അങ്ങനത്തെ ഒരു ചിഹ്നമായിരുന്നു എന്ന് ഭാവിയെ ഓർമ്മിപ്പിക്കാൻ, അല്ലെ ഭാവി തലമുറയെ നാളുകളിൽ ആ രീതിയിൽ ചിന്തിപ്പിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ പതാകയെ പോലും, അതായത് ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എവിടെയാണ് കാവ്യയിലുള്ളത്? ആ രീതിയിലുള്ള ഒരു മാറ്റം വരുത്താനായിട്ടല്ലേ വളരെ തന്ത്രപരമായിട്ട് ഈ ഗവർണർ ശ്രമിച്ചത്. അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ ഈ ശിവൻകുട്ടി എവിടെയാണ് പ്രോട്ടോകോൾ ലംഘിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടില്ലേ ഗോപികൃഷ്ണൻ? അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം അതിനോടുള്ള വിയോജിപ്പ് കൃത്യമായിട്ട്, ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന ബിംബത്തിന് എനിക്ക് ഇഷ്ടമാണ്, അതേസമയം ഇത്തരം കാര്യങ്ങളോട് എനിക്ക് വിയോജിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അനുമതി തേടിക്കൊണ്ട് ഞാൻ വളരെ ദുഃഖത്തോടുകൂടി പിൻവലിയെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും ഈ രാജ്യത്തിന്റെ ബിംബങ്ങളെയും ഈ രാജ്യത്തിന് നിയമപരമായിട്ട് വിഭാവനം ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും അതിലംഘിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിൽ നിന്നും ബോയ്ക്കോട്ട് ചെയ്യാനുള്ള അവകാശം തനിക്കുണ്ടെന്നും പറഞ്ഞ ശിവൻകുട്ടിയാണ് ശരി. അതിലൊരു തർക്കമില്ല കാര്യത്തിൽ. ശിവൻകുട്ടി എന്ന് പറഞ്ഞ മന്ത്രി ചെയ്ത് അദ്ദേഹത്തിന്റെ കടമയാണ്. ഈ രാജ്യത്തോടെ കൂറാണ് അദ്ദേഹം ചെയ്തത്. ഈ രാജ്യത്തെ ഈ രീതിയിൽ വക്രീകരിക്കാനായിട്ട് ആരാണ് ഈ ഗവർണർക്ക് അധികാരം കൊടുത്തത്? കാവി താവളമായിട്ട് മാറ്റാൻ, ഈ പറയുന്ന രാജ്ഭവനെ മാറ്റാനുള്ള ഈ ഗവർണറുടെ ശ്രമം മുളയിലെ നുള്ളണ്ടേ? കേരളത്തിലെ RSS രാഷ്ട്രീയക്കാരില്ലാത്ത മുഴുവൻ ആളുകൾ അവലംബിച്ചില്ലേ? ഇന്ത്യക്കൊരു പൈതൃകമുണ്ട്. ഇന്ത്യയെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പ്രശാന്ത് അത് വിഭജിച്ചെന്ന് തോന്നുന്നു, അഡ്വക്കേറ്റ്. അദ്ദേഹം എന്താ പറഞ്ഞേ? ഓരോ ഇന്ത്യൻ പൗരനുമാണ് ഭാരതമാതാവ് എന്നാ പറഞ്ഞത്. ഭാരതമാതാ കീജ എന്ന് പറയുന്ന വാക്ക് പോലും RSSകാർക്ക് ഉപയോഗിക്കാനുള്ള ധാർമ്മികതയില്ല. അത് അവര് കൊണ്ടൊന്നല്ല. 1878 ഒരു മുസ്ലിം സ്വാതന്ത്ര്യ സമരസാരനാണ് അത് ആദ്യമായിട്ട് വിളിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ നിർഭാഗ്യവശാൽ മറന്നുപോയി. ഇവർക്ക് അതിനു പോലുള്ള അവകാശമില്ല. ഇവരിപ്പോൾ കാവ്യവൽക്കരിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിനെ പോലും കാവ്യവൽക്കരിച്ച് ഇന്ത്യയിലെ എന്താ പറയുക ഇവർ ഗവർണറായിട്ടുള്ള ഇന്ത്യയുടെ രാജ്ഭവനുകളിൽ ഈ രീതിയിലുള്ള വരുന്ന തലമുറ കുട്ടികളിൽ പോലും വിഷം കുത്തിവെക്കാനുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ശ്രമം അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഈ രാജ്യത്തിന്റെ പൈതൃകത്തോടും
ഈ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തോടും ഈ രാജ്യത്തിന്റെ ഭൂപടത്തെ പോലും വ്യതിചലിച്ചുകൊണ്ട് 1947 മുമ്പുള്ള ഇന്ത്യ എന്താന്ന് പോലും അറിയാത്ത ഇവരുടെ ഈ പ്രവൃത്തി അങ്ങേയറ്റ തെറ്റാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാജ്യസ്നേഹികളായ ഈ രാജ്യം എന്ന് പറയുന്ന ഭാരതാംബയോട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ഇത്തരം വികലമായിട്ടുള്ള ഈ രീതിയിലുള്ള കാവ്യവൽക്കരണത്തിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി ഒരു RSS വൽക്കരണം നടത്താനുള്ള ഇവരുടെ കുൽസിതം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ പോലും കുത്തിവെക്കാനുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ ഈ നടപടി നിർഭാഗ്യകരമായി പോയി. അത് തെറ്റാണ്. അതിനെ നമ്മളെല്ലാവരും ഒന്നിച്ച് അപലപിക്കണം. കാരണം ഇന്ത്യ ലോകത്തിന് മാതൃകയാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. തമിഴ്നാട്ടിൽ നിന്നുള്ള കനിമൊഴി ഇന്ത്യയുടെ എന്താ പറയുക നമ്മുടെ ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതാവായിട്ട് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ ഒരു പര്യടനം നടത്തി. ഇന്ത്യയുടെ നിലപാടാണ് ശരി, പാകിസ്ഥാന്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അവിടുത്തെ ഒരു പത്രക്കാരനോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മാതൃഭാഷ എന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ മറുപടി എന്നറിയോ? നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ ഇന്ത്യ മുഴുവൻ കൈയടിക്കേണ്ട മറുപടി പറഞ്ഞ ഒരു MP ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെയാണ് ജോൺ ബുട്ടാസ് പോയി പറഞ്ഞത്. ഇതൊക്കെയുള്ള ഒരു രാജ്യത്ത് പ്രൗഡാണ് ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിനെ ലോകത്തിന് മുമ്പിൽ ഇതുപോലെ കാവ്യവൽക്കരിപ്പിച്ച് വക്രീകരിച്ച് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ഈ രാജ്യം നേടിയെടുത്ത യൂണിറ്റിയെയും ഈ രാജ്യത്തിന് ശത്രു രാജ്യത്തെ പോലെ ഈ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് മാറ്റി 47 മുമ്പുള്ള ചിത്രങ്ങളെ വക്രീകരിച്ച ഈ രീതിയിലുള്ള വികലമായ ഈ ഗവർണറുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. പ്രതീക്ഷിക്കണം. ശരി, ശ്രീ മിഥുൻ വിജയകുമാർ, എന്താണ് ഗവർണറുടെയും രാജ്ഭവന്റെയും ഈ വിഷയത്തിലെ ന്യായീകരണം? അത് ഭാരതാംബ എന്ന ആ ഇമേജ്, ആ ചിത്രം, അത് ഇന്ത്യയെ അമ്മയും ദേവിയുമായി കാണുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ സ്വീകരിക്കുകയും ആ സങ്കല്പത്തെ ആരാധിക്കുകയും ആ സങ്കല്പത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അതിനെ നിന്ദിക്കുന്ന ഒന്നിനോടും യോജിക്കാൻ കഴിയില്ല. ഇതാണല്ലോ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ ആശയ അടിത്തറയും. ഈ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രതീകമാകുന്നത്? എങ്ങനെയാണ് RSS വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഭാരതാംബ ചിത്രം, അതിനെ തുഴയേണ്ടതും ആ ചിത്രത്തെ വന്ദിക്കേണ്ടതും ആദരിക്കേണ്ടതുമൊക്കെ എല്ലാ ഇന്ത്യൻ പൗരൻ്റെയും ഒരു നിർബന്ധിത അവകാശമായി മാറുന്നത്? അതെങ്ങനെയാണ്? അത് RSS ചിഹ്നമല്ലേ? അതെങ്ങനെയാണ് രാജ്യത്തിന്റെ ചിഹ്നമായി മാറുന്നത്? നമുക്ക് ഒന്നാമത്തെ കാര്യം, ഭാരതാംബ എന്നത് നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഒരു RSSന്റെ കോൺസെപ്റ്റ് അല്ല. ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കാലം മുതൽക്കേ, അല്ലെങ്കിൽ അതിനുശേഷം ഈ പറഞ്ഞ പോലെ അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പെയിന്റിങ്ങിലാണ് നമ്മൾ ആദ്യമായിട്ട് ഭാരത് മാതാവിന്റെ ഒരു പെയിന്റിംഗ് കാണുന്നത്. ഇനിയിപ്പോ കാവ്യാണ് പ്രശ്നമെങ്കിൽ ഭാരത് മാതാ പെയിന്റിംഗിൽ അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ പെയിന്റിംഗ് നോക്കുകയാണെങ്കിൽ അതിൽ ഭാരത് മാത ധരിച്ചിരിക്കുന്നത് കാവ്യല്ലേ. ഇപ്പോഴത്തെ ഈ പറയുന്ന ഒരു അഡാപ്റ്റേഷൻ, ഈ ഒരു കാവിക്കോടി പിടിച്ചിട്ടുള്ള ഭാരത് മാത എന്ന അഡാപ്റ്റേഷൻ, അത് RSSന്റെ ഒന്നല്ല, അത് ഏതോ കാലം മുതൽക്കേ ഉണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്, അല്ലെ ഇത് വരച്ചതാരാണ് എന്ന് ആർക്കും അറിയില്ല. അത് ഇവോൾവ് ആയി വന്നൊരു ചിത്രമാണ്, അഡാപ്റ്റ് ചെയ്യപ്പെട്ടൊരു ചിത്രമാണ്. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ഒന്ന്, അതായത് എനിക്കൊന്ന് ഇവിടെ സംസാരിച്ച അഡ്വക്കേറ്റ് ആണ് പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ പൈതൃകത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമില്ല എന്നുള്ളത്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇനിയിപ്പോ അദ്ദേഹം ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാണ് ദേശീയ ചിഹ്നമായി മാറുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ദേശീയ ചിഹ്നമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഗവർണർ ഇതൊരു ദേശീയ ചിഹ്നമായി കാണണമെന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ഇതിന് വയലേഷൻ ഉണ്ടോ? അതായത് ഭാരതാംബ ബാൻ ചെയ്യപ്പെട്ടൊരു ചിഹ്നമാണോ? ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഗവർണർ വയലേറ്റ് ചെയ്യുന്നുണ്ടോ? അത് നോക്കിയാൽ പോരെ. അങ്ങനെ ഒരു വയലേഷൻ അവിടെ നടക്കുന്നില്ല. ഭാരതാംബ എന്നത് ഒരു പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനെ എത്ര മോശമായ രീതിയിലാണ് ഈ കാർൽ മാർക്സുമായിട്ട് താരം ചെയ്യുന്നത്? അല്ല, ഒറ്റ സെക്കൻഡ്. അങ്ങനെ വളരെ വൈഡ്ലി അക്സെപ്റ്റഡ് കോൺസെപ്റ്റ് ആണ്. പക്ഷെ ആ ചിത്രം ആ രീതിയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളതല്ല. അത് ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ആ സമയത്ത് പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി 1982 അദ്ദേഹത്തിന്റെ ആനന്ദ് മഠ് എന്ന നോവലിലൂടെയാണ് ആ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിനു മുൻപ് 77 ഭാരത് മാത എന്ന ഒരു നാടകം കിരൺ ചന്ദ്ര ബാനർജി എഴുതിയിട്ടുണ്ട്. അതിനുശേഷവും പിന്നീട് ജലഛായ ചിത്രങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ചിത്രങ്ങളിൽ പലതരത്തിലുള്ള, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാവ്യ ഉടുത്ത ഭാരതാംബയിൽ കൈകളിൽ നെൽക്കതിര്, അതുപോലെ തന്നെ വെളുത്ത പരുത്തിത്തുണി, ഗ്രന്ഥം, പിന്നെ ജപമാല, ആ കോൺസെപ്റ്റാണ് ആ ഭാരതമാതയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കൊൽക്കത്തയിൽ രൂപപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ഭാരതാംബ എന്ന ചിഹ്നത്തെ, എന്ന ബിംബത്തെ രൂപപ്പെടുത്തിയപ്പോൾ കയ്യിൽ ത്രിവർണ്ണ പതാക ഏന്തിയ
ഒരു ദുർഗാ ദേവി ബിംബത്തെ അവതരിപ്പിച്ചത്. അതല്ല ഗവർണർ ആരാധിച്ചു അല്ലെങ്കിൽ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നത്. അത് കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ഭാരതാംബയാണ്. അത് ദേശത്തിലാകമാനം സ്വീകരിക്കപ്പെട്ട ഒരു ചിത്രവുമല്ല. അതുകൊണ്ടാണ് ഇത് വിവാദം ഉണ്ടാകുന്നതും അതൊരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് യോജിച്ചതല്ല എന്ന വാദങ്ങൾ ഉയരുന്നതും. നോക്കൂ, എനിക്ക് തോന്നുന്നു താങ്കളുടെ ചോദ്യത്തിന് താങ്കൾ തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭാരത് മാതാക്ക് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഭാരതാംബ എങ്ങനെ വേണം അല്ലെങ്കിൽ ഈ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കണം എന്ന് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ എന്താ പറയാ തണലാക്കി വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ ഏത് ഭാഗത്താണ് ഭാരതാംബ എങ്ങനെ വേണം അല്ലെങ്കിൽ ഭാരതാംബയുടെ കയ്യിൽ ഭാരതത്തിന്റെ കൊടി തന്നെ വേണമെന്ന് പറഞ്ഞത്? അങ്ങനെ എവിടെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്ത കാലം വരെ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാത്തവരെ രാജ്ഭവനിൽ അത് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 154, 162 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം രാജ്ഭവനിലെ ഫർണിഷിംഗ്സ് ആണെങ്കിലും ആർട്ട് വർക്ക്സ് ആണെങ്കിലും ഗസ്റ്റ് പ്രോട്ടോകോൾ ആണെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണെങ്കിൽ പോലും അവിടുത്തെ ഗവർണറുടെ സെക്രട്ടേറിയറ്റിന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഭാരത മാതാവിന്റെ ഒരു ചിത്രം അവിടെ വെക്കുന്നത് ഒരു പ്രോട്ടോകോൾ ലംഘനമില്ല. പിന്നെ ഭാരതാംബ ബാൻ ചെയ്യപ്പെട്ട കോൺസെപ്റ്റ് അല്ലല്ലോ. ഇവിടെ കാവിക്കൊടി പിടിച്ചതാണോ പ്രശ്നം? കാവിക്കൊടി പിടിച്ച ഭാരതാംബ ബാൻ ചെയ്യപ്പെട്ട കോൺസെപ്റ്റ് ആണോ? ഇവിടെ എനിക്ക് അറിയേണ്ടത് ഇവിടെ ഏത് റൈറ്റ് ആണ്, ഏത് ലീഗൽ പ്രൊഹിബിഷൻ ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊഹിബിഷൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയണം. അത് ഇത്രയും നേരം ചർച്ച ചെയ്തിട്ട് ഇവിടെ വർഗീയത, RSSന്റെ ചിഹ്നം എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഏത് ലീഗൽ പ്രൊവിഷനാണ് വയലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ് ഭാരതാംബ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഏത് ലീഗൽ പ്രൊവിഷനാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 അത് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നില്ലാത്ത കാലം വരെ ആ ഭാരതാംബയുടെ പോർട്രേറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത്? അപ്പൊ ഇവിടെ ഡെക്കോറം ആരാണ് വയലേറ്റ് ചെയ്തതെന്ന കാര്യത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഒരു ഫോർമൽ ഇവന്റ് ഒരു മന്ത്രി ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു ഡെക്കോറം വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗവർണർ ഇൻഫോം ചെയ്യാതെയാണ് പോകുന്നത്. അത് ഒരു ബേസിക് കേർട്ടസിയാണ്. രാജ്ഭവൻ ഫംഗ്ഷൻസിൽ നമ്മൾ കാണിക്കുന്ന ഒരു ബേസിക് കേർട്ടസിയാണ്. മന്ത്രിമാർ, പ്രത്യേകിച്ച് മിനിസ്റ്റേഴ്സ് കാണിക്കേണ്ട ഒരു ബേസിക് കേർട്ടസി അവിടെ ലംഘിച്ചു. ഗവർണറുടെ ഓഫീസിനോടുള്ള ഒരു ഡിസ്റെസ്പെക്ട് ആണത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്ട് ആണത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതിനെ ലംഘിച്ചു. അപ്പം മിനിസ്റ്റേഴ്സ് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഒരു പരിപാടിയിൽ ഒരു ഫോർമൽ കൺക്ലൂഷൻ ഇല്ലാതെ ഇറങ്ങി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. ഒരു ഫുൾ വ്യൂവിൽ, അതായത് ഒരു സ്റ്റുഡൻസ് ഒക്കെ ഇരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ അതൊരു യൂത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പൊ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ? ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ചരിത്രമായിട്ടില്ല. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ അത്ര വലിയ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ്, സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ പല റെജിമെന്റുകളുടെയും ഈ യുദ്ധകാഹളം കേട്ടിട്ടുണ്ടോ? അത് പലപ്പോഴും ഹിന്ദു ദേവി ദേവതമാരുടെ എന്താ പറയാ മന്ത്രങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഉച്ചരിച്ചുകൊണ്ടാണ് അവർ ഈ വാർ ക്രൈ ഉള്ളത് അവരുടെ. അതായത് ഈ രാജ്പുത് റെജിമെന്റിന്റെ ബോലോ ബജറംഗ് ബലി കി ജയ് എന്നാണ് രാജ്പുത് റെജിമെന്റിന്റെ വാർ ക്രൈ. ഡോഗ്ര റെജിമെന്റ് ജ്വാല മാതാ കി ജയ് എന്നാണ് പറയാറ്. JK റൈഫിൾസ് അവർ ദുർഗാ മാതാ കി ജയ് എന്നാ പറയാറ്. ബീഹാർ റെജിമെന്റ് ഹർ ഹർ മഹാദേവ് എന്നാ പറയുന്നത്. ഇതൊക്കെ എന്താ പറയാ ഏതെങ്കിലും ഒരു ലംഘനമാണോ? അതായത് ആർമി ആക്ട് 1950 ഇത് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. ഇന്ത്യയെ മദർലാൻഡായി കാണുന്ന ഓരോ വ്യക്തിക്കും ഭാരത മാതാവ് എന്ന കോൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുള്ള കാലം വരെ ഈ ഭാരത മാതാവിനോട് ആർക്കും ഒരു എതിർപ്പില്ല. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭാരതമാതാ ടെമ്പിൾ ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിലായിട്ട്. ഉജ്ജയിനിലുണ്ട്, വാരാണസിയിലുണ്ട്, ഹരിദ്വാറിലുണ്ട്, പല സ്ഥലങ്ങളിലും ഭാരതമാതാ ടെമ്പിൾ ഉണ്ടല്ലോ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെയിന്റിംഗ് കാണാൻ പറ്റും, ഈ പോർട്രേറ്റ് കാണാൻ പറ്റും. അതായത് മിഥുൻ, താങ്കളുടെ വാദം ലളിതമായി പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഏത് ചിഹ്നവും ഗവർണർക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടരണം, അതായത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആഗ്രഹങ്ങളോ ഇഷ്ടത്തിന്റെയോ ഭാഗമായി അത് ഔദ്യോഗിക ചടങ്ങുകളിൽ അത് ഉപയോഗിക്കുന്നതിലോ അത് കൊണ്ടുവരുന്നതിലോ ഒരു തെറ്റുമാർക്കും പറയാൻ പറ്റില്ല. അതാണോ താങ്കളുടെ വാദം? അതാണോ താങ്കളുടെ വാദം? അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്റെ വാദം. അതായത് അവിടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടക്കുന്നില്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രോട്ടോകോൾ വയലേഷൻ നടക്കുന്നില്ല എങ്കിൽ അത് അവിടെ വെക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം രാജ്ഭവനിലെ ഈ പറഞ്ഞ പോലെ ആർട്ട് വർക്ക്സ്, അവരുടെ ഗസ്റ്റ് പ്രോട്ടോകോൾ, ഫർണിഷിംഗ്സ് ഒക്കെ തീരുമാനിക്കാൻ, അതായത് കാറൽ മാർക്സിന്റെ ചിത്രമോ ചെങ്കടിയോ ഏന്തി നിൽക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഗവർണർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹവും അത് പാലിക്കാം. അതിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതിൽ പ്രശ്നമുണ്ട്. അതെന്താ, നിരോധിക്കപ്പെട്ട ചിത്രമാണോ കാറൽ മാർക്സിന്റേത്? അല്ല, കാറൽ മാർക്സ് നമ്മൾ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ചിത്രമാണോ? എന്താണ് ഈ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാൻ? കാറൽ മാർക്സ് ഒരു നാഷണൽ കോൺസെപ്റ്റ് ആണോ? കാറൽ മാർക്സ് അതെ നാഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭാരത് മാതയുടെ ഒരു സിംഗിൾ കോൺസെപ്റ്റ് അതല്ലല്ലോ, കാവിക്കൊടി പിടിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് അല്ലല്ലോ ഭാരത് മാത. ഞാൻ ചോദിക്കുന്നത്, ഭാരത് മാത നാളെ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനോട് ഗവർണർ ഈ ഒരു ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാൽ ഗവർണർ അതിന്റെ ഭാഗമായി നിൽക്കണം അല്ലെ? അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ മറ്റ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭാരത് മാതയെ നിന്ദിക്കുന്നതിന് സമമാകും.
അതെന്താ അറിയോ ഇവിടുത്തെ പ്രശ്നം? ഒന്ന് ഈ കാവ്യയുടെ ഇമ്പോർട്ടൻസ് ഇവിടെ ചിരിക്കുന്നത് കേട്ടോ ഏതോ ഒരാൾ, ആരാന്ന് എനിക്കറിയില്ല, വക്കീലാന്ന് തോന്നുന്നുണ്ട്. ഈ കാവ്യയുടെ ഇമ്പോർട്ടൻസ് എന്താ അറിയില്ല, ഭാരത് മാത എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും അല്ല, ഫണ്ടമെന്റൽ ഇവിടുത്തെ പ്രശ്നം അതല്ല. RSSന്റെ വേദികളിൽ മാത്രം കാണുന്ന മിഥുൻ, ഒറ്റ സെക്കൻഡ്, ഞാൻ താങ്കൾ പറഞ്ഞോളൂ. ഞാൻ അതായത് നമ്മൾ രണ്ടുപേര് പറഞ്ഞാലും അത് കാണുന്ന പ്രേക്ഷകർക്ക് ക്ലിയർ ആവണം. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, താങ്കൾ പറഞ്ഞോളൂ, താങ്കൾക്കുള്ള സമയം ഞാൻ തരാം. ഒറ്റ കാര്യം, അതായത് RSS വേദികളിൽ മാത്രം കാണുന്ന ഒരു ബിംബത്തെ ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ കൊണ്ടുവരികയും അതിൽ മന്ത്രിമാർ ഭാഗമാകണമെന്ന് പറയുന്നതിൻ്റെയും യുക്തിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ ഇനി താങ്കൾക്ക് പറയാം, RSS വേദികളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ വരുമ്പോൾ അവിടെ മന്ത്രിമാർ വന്ന് അവിടെ നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ ഔചിത്യമാണ് ഞാൻ ചോദിച്ചത്. ഇത് RSSന്റെ ഒഫീഷ്യൽ ഐഡന്റിറ്റി ഉള്ള ചിത്രമാണോ, അല്ലെങ്കിൽ RSS ഇതിന്റെ ഒഫീഷ്യാലിറ്റി RSSന്റെ കയ്യിലാണോ? ഇത് RSSന്റെ ചിത്രമാണെന്ന് RSS എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? RSS വേദികളിൽ കണ്ടു വരുന്ന പല ചിത്രങ്ങളും ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണോ നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഭാരത് മാത എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞത്. ഭാരത് മാത എന്ന കോൺസെപ്റ്റ് ഓരോരുത്തർക്കും, ഓരോ ഇന്ത്യക്കാരനും അവനവന്റെ രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള അധികാരം ഈ രാജ്യത്തുണ്ട്. അതുപോലല്ല കാൾ മാർക്സ് ഒരു നാഷണൽ കോൺസെപ്റ്റ് അല്ല. ഭാരത് മാത എന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം ഭാരത് മാത, അതായത് ഇന്ത്യയെ മദർലാൻഡായി കാണുന്ന ഓരോ വ്യക്തിക്കും ഭാരത് മാത എന്ന കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി കാവ്യയുടെ റെലവൻസ് ആണ് അവിടെ പ്രശ്നമെങ്കിൽ, കാവ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിനെ കാണിക്കുന്ന ഒരു കളറാണ്. അത് എല്ലാ കാലത്തും, അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചത് സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഭാരത് മാത എന്ന സങ്കല്പം ഉണ്ടാവുകയും അത് ബ്രിട്ടീഷ് രാജിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രതിരോധത്തിന്റെ ചിഹ്നമായി ഉയർത്തപ്പെടുകയും ചെയ്തപ്പോൾ ഭാരതമാതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കാവിക്കൊടിയായിരുന്നില്ല. കാവിക്കൊടി പിടിച്ചൊരു ഭാരതമാതാവ് എന്ന ചിത്രത്തിലോ സങ്കല്പത്തിലോ അത് വരുന്നത് RSSന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. അതിനു മുൻപ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഭാരതാംബ ചിത്രത്തിലോ സങ്കല്പത്തിലോ കാവിക്കൊടി പിടിച്ചൊരു ഭാരതാംബ ഇല്ല. ത്രിവർണ്ണ പതാക പിടിച്ച ഭാരതാംബയായിരുന്നു. അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. ആ ചിത്രമാണോ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഗവർണറുടെ രാജ്ഭവനിൽ നമ്മൾ കണ്ട ചിത്രം? അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഓക്കെ, എങ്കിൽ ഞാൻ താങ്കളോട്ടൊരു ചോദ്യം ചോദിക്കാം. ഈ എന്താ പറയാ, ഈ ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയാണ് നമ്മുടെ ആക്സെപ്റ്റഡ് ഫോം ഓഫ് ഭാരതാംബ എങ്കിൽ, അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബ ആദ്യമായിട്ട് കോൺസെപ്റ്റലൈസ് ചെയ്യുന്ന അദ്ദേഹമാണല്ലോ. ആ ഭാരതാംബ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത ഭാരതാംബയാണോ? അത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. അതിൽ ധരിച്ചിരിക്കുന്നത്, ഭാരതാംബ ധരിച്ചിരിക്കുന്നത് ഒരു കാവ്യ വസ്ത്രമാണ്. അത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണോ? അത് അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച്, അതായത് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഭാരതാംബയുടെ കോൺസെപ്റ്റ് ആണ്. അത് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ നമുക്ക്? അത് വെക്കാൻ പറ്റുമെങ്കിൽ ഇതും വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ താങ്കൾ പറയൂ, ഈ ഭാരതാംബ എന്ന ചിത്രങ്ങൾക്ക് ഏതിനൊക്കെ ബാൻ ഉണ്ട്, ഏതൊക്കെയാണ് ആക്സെപ്റ്റഡ്? അത് താങ്കൾ പറയുകയാണെങ്കിൽ നമുക്കത് പുറത്തേക്ക് വിടാം. അതായത് ഇതൊക്കെയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഭാരതാംബ പോർട്രേറ്റ്സ്, ഇത് അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള ഭാരതാംബ പോർട്രേറ്റ്സ് ആണെന്നുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയാ, ഈ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഡിസൈറബിലിറ്റി ഫാക്ടറാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ലോ എന്ന് പറഞ്ഞത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഡിസൈറബിലിറ്റി എന്ന് പറഞ്ഞത് വളരെ സബ്ജക്റ്റീവ് ആണ്. അതൊരു വക്കീലിന്റെ ഭാഗത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ശബരിമല വിഷയത്തിൽ അവിടെ എന്തുകൊണ്ട് ഡിസൈറബിലിറ്റി ഫാക്ടർ നോക്കിയില്ല? അവിടെ നിയമമല്ലേ നടപ്പിലാക്കിയത്? അപ്പൊ നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ നിയമത്തെക്കുറിച്ച് പറയുക. അദ്ദേഹം പറയട്ടെ ഇവിടെ ഏത് നിയമമാണ് ലംഘിക്കപ്പെട്ടത്, അല്ലാതെ ഡിസൈറബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ചില സബ്ജക്റ്റീവ് ആയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ ടോട്ടലി തിരിച്ചുവിട്ട് ഇതൊരു എന്താ പറയുക, ഒരു മതത്തിന്റെ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു തർക്കത്തിലേക്ക് പോകരുത്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ എഡ്യൂക്കേഷൻ സിസ്റ്റം തകരുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഡിസ്കസ് ചെയ്യാതെ വിദ്യാഭ്യാസ മന്ത്രി പോയി പറഞ്ഞത് ഈ പറഞ്ഞ ഭാരതാംബ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ കാവിക്കൊടി, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിലെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ഡിസ്കസ് ചെയ്യൂ. അങ്ങനെയല്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കൃത്യമായി അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ ഹിന്ദുത്വ ആശയങ്ങളെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഇന്ത്യയുടെ തനത് ഭാഷകൾ മതി, ഇംഗ്ലീഷ് വേണ്ട എന്ന് പറയുന്ന ഒരു മന്ത്രി ഇന്ത്യയിൽ ഈ പറയുന്ന ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെട്ട ചിഹ്നങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം, അതിന്റെ ഭാഗമായി നടത്തുന്ന നീക്കങ്ങൾ, അതിനെയൊക്കെ രാഷ്ട്രീയമായി ചെറുത്ത് നിൽക്കാൻ പുതുതലമുറയിൽപ്പെട്ട പുരോഗമനവാദികളായ വിദ്യാർത്ഥികൾക്ക് അതിനാണ് വിദ്യാഭ്യാസം നൽകുന്നത്.
അതുകൊണ്ടാണ് ഭരണഘടന അംഗീകരിക്കാത്ത, ഭരണഘടന വിഭാവനം ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്ര സങ്കല്പത്തെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി പാഠപുസ്തകങ്ങളിൽ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ പോകുന്നത് എന്താണ് ഗവർണറുടെ ഉത്തരവാദിത്വം, അദ്ദേഹത്തിന്റെ ചുമതലകളും കടമകളും എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഒരു സെക്യുലർ സ്റ്റേറ്റിൽ അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്, ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ ഇത്രയും റെഫറൻസസ് എടുത്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഇത്രയും നേരം സംസാരിച്ചത്. ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ യുദ്ധകാഹളം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ബോലോ ബജറംഗ് ബലി കി ജയ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദുർഗാ മാതാ കി ജയ് എന്ന് പറയുന്നുണ്ട്, ഹർ ഹർ മഹാദേവ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു റിലീജിയസ് അജണ്ട പുഷ് ചെയ്യാണോ? ആണോ ഗോപികൃഷ്ണൻ? ആണോ എന്ന് താങ്കൾ പറയൂ. ഇനി താങ്കൾക്ക് ഈ കൊടിയാണ് ഈ പ്രശ്നമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ഭാരതാംബ ചിത്രമാണ് പ്രശ്നമെങ്കിൽ അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രം ആക്സെപ്റ്റഡ് ആണോ അല്ലയോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് താങ്കൾ ഒന്ന് ഉത്തരം തരികയാണെങ്കിൽ ഞാൻ താങ്കൾ പറഞ്ഞ ഏത് വാദവും സ്വീകരിക്കാം. അദ്ദേഹത്തിന് നിലപാടുണ്ടെന്ന് ഞാൻ സ്വീകരിക്കാം. അല്ല, ഈ വാർക്രൈയുടെ കാര്യത്തിൽ ഐ ആം ക്വൈറ്റ് ഷുവർ അത് ഏതെങ്കിലും ഒരു റിലീജിയസ് ഇത് പുഷ് ചെയ്യാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. രണ്ടാമത്തെ കാര്യം, അഭിനീന്ദ്രൻ വരച്ച ചിത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രാജാ രവിവർമ്മ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഭാരതാംബയെ കുറിച്ച്, താങ്കൾക്കറിയാമോ? രാജാ രവിവർമ്മ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നവും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട ഭാരതാംബ എന്ന ഇമേജിനെയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഒരു സെക്യുലർ സ്റ്റേറ്റിനകത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഭാരതാംബയ്ക്ക് പകരം RSSന്റെ വേദികളിൽ കാണുന്ന, RSSന്റെ ആശയ പ്രചാരണവുമായി ചേർന്ന് നിൽക്കുന്ന, RSSന്റെ ഹിന്ദു രാഷ്ട്ര സങ്കല്പവുമായി ഒത്തുചേർന്ന് നിൽക്കുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ബിംബത്തെ രാജ്ഭവനിൽ കൊണ്ടുവരുമ്പോൾ ആ ബിംബത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തപ്പോൾ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സെക്യുലർ സ്റ്റേറ്റിനകത്ത് ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികൾ അതിന്റെ ഭാഗമാകണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, കാരണം ഈ ഭാരതാംബ സങ്കല്പം അല്ല ഞങ്ങളുടേത് ത്രിവർണ്ണ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയാണ് ദേശീയ സങ്കല്പമായി ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ മന്ത്രി ഇറങ്ങിപ്പോരുന്നത് എന്ത് പ്രോട്ടോകോൾ ലംഘനം. അതിന് തൊട്ട് മുൻപ് പ്രീ പ്രസാദിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് മാറ്റാം എന്ന് പറഞ്ഞു, കാര്യപരിപാടിയിൽ മാറ്റം വരുത്തി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് കൃഷി മന്ത്രി ആ പരിപാടി മാറ്റിവെക്കാൻ പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇനിയെങ്കിലും തിരുത്തിയേക്കും എന്ന് കരുതിയാണ് ഞാൻ പോയത്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല, എൻ്റെ രാഷ്ട്രീയ ബോധ്യം അതിന് അനുവദിക്കുന്നില്ല, എൻ്റെ ഭരണഘടനയെക്കുറിച്ചുള്ള അറിവ് അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോന്നു. ഇതല്ലേ സംഭവിച്ചത്? ഇതല്ലേ മിഥുൻ സംഭവിച്ചത്? ഇവിടെ കാവി എന്നത് ഇന്ത്യയുടെ സിവിലൈസേഷണൽ കളറാണ്, അല്ലാതെ ഏതൊരു ഓർഗനൈസേഷണൽ കളർ അല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം മനസ്സിലാക്കണം. ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ പറയുന്ന കളർ അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്രം ഒരു പ്രോട്ടോകോൾ അവിടെ ലംഘിക്കുന്നില്ല, ഒരു നിയമവും ലംഘിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയേണ്ടതാണ്. അതും അദ്ദേഹത്തിന് മനസ്സിലാവാത്ത കാര്യമാണ്. ഭാരതമാതാവിന്റെ കയ്യിലുള്ള കാവിക്കൊടി അത് സിഗ്നിഫൈ ചെയ്യുന്നത് പ്യൂരിറ്റി, സാക്രിഫൈസ്, കറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും RSSന്റെ ചിഹ്നമായിട്ട് അതിനെ കാണരുത്. അത് കാണുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്, അല്ലാതെ ഭാരതാംബയുടെ ആ പോർട്രേറ്റ് അല്ല അവിടെ പ്രശ്നം. അത് സിംബോളിക് ആണ്, ഓർഗനൈസേഷണൽ അല്ല എന്ന തിരിച്ചറിവ് ആ വ്യക്തിക്ക് വേണം. അതില്ലാതെ പോയതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അബനീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾക്ക് അതിൽ നിന്നൊക്കെ വഴിതിരിച്ചു പോകണം. കാരണം ആ പെയിന്റിങ്ങിലും ഭാരതമാതാവ് ധരിച്ചിരിക്കുന്നത് കാവിയാണ്. അപ്പൊ ആ കാവി ആക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല കാവി എന്നതിന് അത് അക്സെപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഞാൻ അതാ പറഞ്ഞത്. അങ്ങനെ പലരും പല ചിത്രകാരന്മാർ പലരുടെയും സങ്കല്പത്തിൽ, അതാ ഞാൻ ചോദിച്ചത്, രാജാ രവിവർമ്മയുടെ ചിത്രമുണ്ട്. നമ്മളെന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യ ഒരു വഴിതിരിച്ചു പോലും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഭാരതാംബയുടെ ചിത്രം ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് താങ്കൾക്ക് മനസ്സിലായോ? ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ചിത്രം കാവിക്കൊടിയുള്ള ചിത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ക്ലാരിറ്റി കുറവില്ല. കാവിക്കൊടി പിടിച്ച ചിത്രമല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് RSSന്റെ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട ചിത്രമാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരു ക്ലാരിറ്റി കുറവുമില്ല, എനിക്ക് ഒന്നും ഒളിച്ചു പോകേണ്ട കാര്യവുമില്ല. അപ്പോൾ ആ ആശയധാരയെ ഇറക്കുമതി ചെയ്യാനാണോ രാജ്ഭവനിൽ ഗവർണർ ഈ ചിത്രം വച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് ഭരണഘടനയ്ക്ക് അപ്പുറത്തൊരു രാഷ്ട്ര സങ്കല്പത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാട് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഗവർണറുടെ RSS അജണ്ട പുഷ് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
നോക്കൂ, ഭാരതാംബ എന്ന് പറയുന്ന നാഷണൽ സിംബൽ അത് പലരും പല രീതിയിലാണ് അതിനെ വരയ്ക്കുന്നത്. അത് അവരുടെ കുഴപ്പമാണെന്നാണോ ശരി, താങ്കൾ മിഥുൻ. പറഞ്ഞത്? ഏതെങ്കിലും ഒരു ആക്സെപ്റ്റഡ് ഫോം ഇല്ല എന്ന് ഇത്രയും നേരം ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പിന്നെ സമ്മതിച്ചല്ലോ. രാജ്ഭവനിലെ അക്സെപ്റ്റഡ് ഫോം furnishings- ഇല്ല എന്ന് പറഞ്ഞ് RSSന്റെ വേദിയിൽ രാജ്ഭവനിലെ വെക്കുന്നത് കൊണ്ട് furnishings വെക്കുമ്പോൾ നോക്കൂ. അതിനോട് യോജിക്കില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. നോക്കൂ, രാജ്ഭവനിലെ RSS ഉപയോഗിക്കുന്ന ചിഹ്നം വെച്ചാൽ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞത്. അവരതിന് മറുപടി പ്രശാന്ത് പത്മനാഭൻ. ഇവിടെ ശ്രീ മിഥുൻ അവതരിപ്പിച്ച വാദങ്ങൾ താങ്കൾ കേട്ടല്ലോ. അംഗീകരിക്കപ്പെട്ടത് അല്ലാത്ത അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ബിംബത്തെയോ ചിഹ്നത്തെയോ അല്ല ഗവർണർ രാജ്ഭവനിൽ വെച്ചത്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ ലംഘനത്തിന് വിഷയമേ ഉദിക്കുന്നില്ല. അപ്പോൾ പിന്നെ മന്ത്രി ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് പ്രോട്ടോകോൾ ലംഘനം. അത് മാത്രമല്ല ഡിസൈറബിലിറ്റി എന്നതല്ല ഇവിടുത്തെ ഒരു ഫാക്ടറായി കണക്കാക്കേണ്ടതെന്നാണ്. ഇതിന് അദ്ദേഹം അവതരിപ്പിച്ച വാദങ്ങൾ മുഴുവൻ താങ്കൾ കേട്ടല്ലോ. അതിനുള്ള മറുപടി കേട്ടു. അതിനുള്ള മറുപടി, സംവാദം ഒരു ഭരണഘടനാ ജനാധിപത്യ രാജ്യത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും വേണം. വിവിധ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ആശയധാരകളിൽ, ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആശയ സംവാദത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഗവർണർ അതിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധികളുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ മുഖ്യധാരയുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട്, അതിലൊരു പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് BJP രാഷ്ട്രീയക്കാർക്ക് പറയാം. പക്ഷേ ഗവർണറുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് നേരത്തെ അദ്ദേഹം പാലിച്ചു പോന്നിരുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിത എടുത്ത് അത് ഗവർണറുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി വിധികളുണ്ട്. പിന്നെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഫംഗ്ഷന്, ക്രമീകരണത്തിന്, സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യം മാത്രമാണെന്നും അതിന് നിയമപരമായിട്ടുള്ള വേറെ ബാധ്യതകളൊന്നുമില്ല എന്ന് പ്രോട്ടോകോൾ ടേബിൾ ഓഫ് പ്രസിഡൻസിൻ്റെ താഴെ എപ്പോഴും എഴുതാറുണ്ട്. ഞാൻ അദ്ദേഹം ചോദിച്ച വേറെ 2 കാര്യങ്ങൾക്ക് ഉത്തരം പറയട്ടെ. അദ്ദേഹം പറയുന്നത് ദേശീയതയെ ഊന്നിക്കൊണ്ടാണ്. ഈ ദേശീയതയെപ്പറ്റി നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അതിനോട് യോജിക്കുകയാണ്. അതായത് കന്നിമൊഴി വിദേശ രാജ്യത്ത് നമ്മളെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു പോയ ഓരോരുത്തരും, പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യക്ക് അഭിമാനമുണ്ടാകുന്ന രീതിയിലുള്ള മറുപടികൾ, ഉത്തരങ്ങൾ, ഓരോ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തത്. കന്നിമൊഴി പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഭാഷ, ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ്? ഒരു കുത്തിത്തിരിപ്പ് ചോദ്യമായിരുന്നു. കാരണം രാഷ്ട്രത്തിനകത്ത് ദേശീയത എന്ന് പറയുന്നതിന് ഒറ്റ ഡെഫിനിഷൻ അല്ലെന്നും തമിഴ് ഭാഷയിൽ നമ്മൾക്ക് അത്രയധികം അഭിമാനമുണ്ട്. കമൽഹാസനൊക്കെ ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. കർണാടകത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ പോലും ഇറങ്ങുന്നില്ല. പല ദേശീയതകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംസ്കൃതിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ സംസ്കൃതിയോ ഒരൊറ്റ ആശയധാരയോ ഒരൊറ്റ നിർവചനത്തിൽ ഒതുങ്ങുന്ന ഒരു ദേശീയതയോ അല്ല. ഓരോ സംസ്കൃതി, തമിഴ്നാടിൻ്റെ സംസ്കൃതി അത്രയധികം അഭിമാനം കൊള്ളുന്ന ഒരു MP ആയിട്ട് കൂടി വെളിയിൽ ആ ചോദ്യം വന്നപ്പോൾ ഏതാണ് നിങ്ങളുടെ ദേശീയ ഭാഷ എന്ന് ചോദിച്ചപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞു. അതേപോലെ ഞങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം പഠിപ്പിക്കേണ്ടതില്ല, പാകിസ്ഥാൻ അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഒവൈസിയാണ് പറഞ്ഞത്. ഗുലാം നബി ആസാദ് അത് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പോയ ഓരോ പ്രതിനിധികളും ഇന്ത്യക്ക് അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ, ഇതൊക്കെ പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പേഴ്സാണെന്ന് ആലോചിക്കണം. ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഇതുപോലെ തന്നെ പറഞ്ഞു. വളരെ മികച്ച രീതിയിൽ നമ്മുടെ എന്താണ് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ആശയം എന്നത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം മിഥുൻ പറഞ്ഞതുപോലുള്ള ഒരൊറ്റ ഡെഫിനിഷൻ അല്ല ഭരണഘടനയിൽ ദേശീയതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, ദേശീയതയെപ്പറ്റി അഭിമാനം കൊള്ളുന്ന ഏത് പ്രൊവിഷൻ ഉണ്ട് ഭരണഘടനയിൽ കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചില്ല. എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ആർട്ടിക്കിൾ 17 പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. എന്തുകൊണ്ടാണ് ലോകത്തൊരു ഭരണഘടനയിലും ഇല്ലാത്തൊരു കാര്യം, അതായത് തൊട്ടുകൂടായ്മ, അത് അബോളിഷ് ചെയ്തിരിക്കുന്നു എന്ന് ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശത്തിന്റെ ഇതിൽ പറയുകയാണ്. അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇസ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഈസ് ഫോർബിഡൻ. ഇത് ഒരു ക്രിമിനൽ കുറ്റമാക്കണം എന്ന് ഭരണഘടനയിൽ മൗലികാവകാശത്തിൽ പറയുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കൃതി എന്ന് അദ്ദേഹം പറയുന്നു. അഭിമാനം കൊള്ളണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കുക. 70-80% ആളുകളെ അത് സമൂഹത്തിന്റെ സവർണർ മാറ്റി നിർത്തിയിരുന്ന ഒരു ചരിത്രം കൂടി ഉണ്ട് ഇന്ത്യക്ക്. അവിടെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. ഇതിനെതിരെ നിരന്തരം സമരം ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു പുരോഹിതന്മാര്, ശങ്കരാചാര്യന്മാര് ബ്രിട്ടീഷ് ക്രൗണിന് കത്തെഴുതുകയാണ് ഗാന്ധിജിയെ ഹിന്ദു അല്ല എന്ന് ഡിക്ലെയർ ചെയ്യണമെന്ന്. അങ്ങനെ അതും കൂടെയാണ് നമ്മുടെ അത് പറയുമ്പോൾ, സംസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ, ഇന്ത്യയുടെ ആ ഒരു നാഷണലിസത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതുകൂടി ഉൾക്കൊള്ളണം. ആർട്ടിക്കിൾ 25(2) പറയുകയാണ്, എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഹിന്ദു ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കണം. ഏതെങ്കിലും ഒരു സെക്യുലർ ഭരണഘടനയിൽ മതത്തിന്റെ ഒരു വിഭാഗത്തിനെ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് എഴുതി വെക്കേണ്ട ഒരു ആവശ്യം വന്നെങ്കിൽ അത് ഇന്ത്യയിൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു തെറ്റായ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം മാറാൻ വേണ്ടിയാണ് ഈ ഭരണഘടനയിൽ പറയുന്നത്.
അതേപോലെ തന്നെ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു കിണറ്റിലോ ഒരു എവിടെയെങ്കിലും കുളത്തിലോ ഒന്നും പോയി വെള്ളം എടുക്കുന്നതിനെ ആരെയും തടയരുത്. കാരണം ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് വന്ന ഒരാളായിരുന്നു, ഒരു അൺടച്ചബിൾ എന്ന് വിളിക്കുന്ന ആളായിരുന്നു ഡോക്ടർ അംബേദ്കർ. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവരെല്ലാം ഡോക്ടർ അംബേദ്കറെ മികച്ച രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അറിയാതെ വയലിൽ നിന്ന് വീഴും. നിങ്ങൾ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവര് ഭരണഘടനാ നിർമ്മാതാക്കള് ഇന്ത്യൻ ഭരണഘടനയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഭിമാനിക്കാവുന്ന കുറെ കാര്യങ്ങളുള്ളപ്പോൾ ഇന്ത്യക്ക് വേറെ ഭാഗങ്ങൾക്കില്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കരുത്. പക്ഷേ ഇന്നത്തെ കാലത്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ഉണ്ടായിരുന്നെന്നും എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭരണഘടനയെന്നും ദേശീയതയ്ക്ക് ഒരേ ഒരു നിർവചനമല്ല, ദേശസ്നേഹികൾ ഒരേ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരോ ഏതെങ്കിലും ഒരു ആശയധാരയിൽ നിന്ന് വരുന്നവരോ മാത്രമല്ല ദേശസ്നേഹികളെന്നും ദേശസ്നേഹത്തിന് മനുഷ്യസ്നേഹം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിക്കൊള്ളാം. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഗവർണറല്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും ചർച്ച ചെയ്യട്ടെ. നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രതിനിധി അയക്കൂ സഭയിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് പറയാമല്ലോ, അദ്ദേഹത്തിന്റെ വിചാരധാരയിൽ നിന്നുള്ള 1-2 പ്രതിനിധികളൊക്കെ സഭയിൽ വരികയാണെങ്കിൽ അവരും ചർച്ച ചെയ്യട്ടെ. അല്ലാതെ ഗവർണറുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാള് നേരത്തെ അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അല്ല ഇപ്പോഴും അദ്ദേഹം വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം ആ ഓഫീസിലേക്ക് കൊണ്ടുവരരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെയും അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അവിടെയും മിഥുന്റെ ഒരു വാദം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ധാരയുടെയോ രാഷ്ട്രീയ ആശയ വിശ്വാസത്തിന്റെയോ ഭാഗമായിട്ടുള്ള അതിന്റെ പ്രതീകം എന്ന നിലയിലല്ല ഭാരതാംബയെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്, ദേശീയതാ പ്രതീകം എന്ന നിലയിലാണ്. മാത്രമല്ല കാവിക്കൊടി എന്നത് പ്യൂരിറ്റിയുടെ വിശുദ്ധിയുടെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയവുമായി കണക്ട് ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദമാക്കേണ്ടതില്ല എന്നതായിരുന്നു മിഥുന്റെ ആ കാര്യത്തിലുള്ള വാദം. ഏതായാലും ഞാൻ ശ്രീ റെജി ലൂക്കോസിലേക്ക് കൂടി പോകാം. ശ്രീ റെജി ലൂക്കോസ്, ഭാരതാംബ എന്ന വലിയ ആശയത്തെ അല്ലെങ്കിൽ വലിയ ആ ബിംബത്തെ ഗവർണർ അദ്ദേഹം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിക്കുന്ന ഒരു മാതൃകയിൽ അല്ലെങ്കിൽ ആ ചിത്രത്തെ അവിടെ അവതരിപ്പിച്ചു. അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉള്ളതാണ്, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതിന് പലതരത്തിലുള്ള ചിത്രങ്ങളിലൂടെ പലതരത്തിലുള്ള രൂപങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അതിലാദ്യം അഭിനീന്ദ്ര വരച്ചത് നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ കാവ്യ വസ്ത്രം ധരിച്ചത് ഒരു ദേവിയുടേതായിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു രൂപത്തിൽ വന്നിരിക്കുന്നു. ഇത് വിവാദമാക്കേണ്ടതുണ്ടോ എന്നതാണ്. അപ്പോൾ ഇതിനെ ഏതെങ്കിലും ഇതൊരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയോ BJPയുടെയോ RSSന്റെയോ ആശയധാരയുമായിട്ട് ചേർത്ത് വെക്കേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭാഗത്ത് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ല. ഇതാണ് മിഥുന്റെ വാദം. അല്ല, മിഥുന്റെ വാദത്തിനകത്ത് 2 വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ചിത്രകാരൻ ടാഗോർ വരച്ചത് കാവ്യാണോ അല്ലോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കാവ്യം എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു നിറമാണ്, അതൊരു ആക്സെപ്റ്റബിലിറ്റി ഉള്ള ഒരു നിറമാണെന്ന് അദ്ദേഹം ഇവിടെ വാദിച്ചത്. ആരാണ് കാവ്യ ദേശീയ നിറമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? താങ്കളെന്ന് പറയൂ, അതിന് ആദ്യം മറുപടി പറയൂ. രണ്ടാമത്, ഇന്ത്യക്ക് ത്രിവർണ്ണ പതാകയുണ്ട്, അതാണ് നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന പതാക. ദുരുപയോഗം പോലും ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ പോകും. അവിടെ എവിടെയാണ് കാവ്യ ഇരിക്കുന്നത്? ആ ത്രിവർണ്ണ പതാകയ്ക്കില്ലാത്ത എന്ത് പ്രാധാന്യമാണ്, എന്ത് പ്രിവിലേജിലാണ് ഈ കാവ്യക്കുള്ളത്? ഈ കാവ്യം എന്ന് പറയുന്നത് എന്താണ്? കാവ്യം ഈ വരയ്ക്കുന്ന സമയത്ത് RSS ഈ രാജ്യത്തില്ല. ഇപ്പൊ 100-ാം വർഷമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് RSSന്റെ. 1925 RSS ഇന്ത്യയിൽ ജന്മമെടുക്കുന്നത്. ബ്രിട്ടീഷുകാരനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത കാവിധാരികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ പൊതുവായിട്ട് അംഗീകരിച്ചിരിക്കുന്നതാണെന്ന് പറയാൻ കാരണം? പിന്നെ ഈ ചിത്രം വൈഡ്ലി അക്സെപ്റ്റഡ് ആണെന്ന് ഇവിടെ മിഥുൻ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലെ ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഇപ്പൊ RSSോ BJP അല്ലാണ്ട് ആരാണ് ഇതിനെ അംഗീകരിച്ചിരിക്കുന്നത്? കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മറുപടി പറയൂ. അല്ലെ അവർ പറയട്ടെ. കോൺഗ്രസ് 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിട്ട് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇടതുപക്ഷം അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകൃതമായിട്ടുള്ള ഈ പറയുന്ന കാവിയെ വിശ്വസിക്കാത്ത ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യയിൽ ഈ കാവിയാണ് ഇന്ത്യയുടെ നിറമെന്നും കാവിക്ക് വൈഡ്ലി അക്സെപ്റ്റബിലിറ്റി ഉണ്ടെന്നും പറയാനായിട്ട് താങ്കൾ ഏത് മാനദണ്ഡത്തിലൂടെ അത് പറയുന്നത്? മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് അങ്ങയുടെ നിരീക്ഷണം ഗോപികൃഷ്ണൻ ചോദ്യത്തിന്റെ മറുപടി, അദ്ദേഹത്തിന്റെ വിശ്വാസം അതാണ്. ആരുടെ? നമ്മുടെ ഗവർണറുടെ. അദ്ദേഹം ആ കാവി സാരി ധരിപ്പിച്ച ഭാരതാംബയുടെ ചിത്രത്തിൽ അദ്ദേഹം പൂജിക്കുന്നു, അദ്ദേഹം തിരികൊളുത്തുന്നു ഒക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വാതന്ത്ര്യം. എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചില്ല? അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചില്ല? അപ്പോൾ ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കാത്ത, ഈ രാജ്യത്തിന്റെ പൈതൃകവുമായിട്ട് ഒരിക്കലും ചേരാത്ത ആ ഒരു കാവ്യവൽക്കരണത്തിലൂടെ നിങ്ങളോട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെ മുമ്പിലാണ് അത് അവതരിപ്പിച്ചത് അറിയിക്കണം. നാളുകളിൽ ഇതാണ് ഇന്ത്യ എന്നുള്ള ചിന്ത കൊച്ചിലെ കുട്ടികളിൽ ഇൻജക്ട് ചെയ്യുകയാണ് ഈ ഗവർണർ എന്ന്. ഞാൻ ഒരു ഉദാഹരണം പറയാം.
അതായത് ഒരു സിഖ് വംശജനായ ഒരു ഗവർണർ ഏതെങ്കിലും ഒരു രാജ്ഭവനിൽ BJPയുടെ നോമിനിയായിട്ടോ ആരുടെയെങ്കിലും നോമിനിയായിട്ടോ വന്നിരിക്കട്ടെ, ഒരു ഗവർണർ സ്ഥാനത്ത് അദ്ദേഹം അവിടെ ഒരു സംസ്ഥാന സർക്കാരിന്റെ രാജ്ഭവന്റെ ഔദ്യോഗിക പരിപാടിയിൽ കൃപാൺ എടുത്തു വെച്ച് കൃപാണിലെ കത്തി കൃപാൺ എന്ന് പറയുന്ന അവർക്ക് നിയമപരമായിട്ട് അംഗീകാരം കൊടുത്തിരിക്കുന്നത് അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യം അംഗീകരിച്ചിരിക്കുന്നതാണ്. അതിലെ കത്തി ഊരി വെച്ച് അതിനെ പൂജിച്ചാൽ താങ്കൾ ഏത് നിലപാടെടുക്കും? കുട്ടികളുടെ മുമ്പിൽ ഇതിനൊരു ആക്സെപ്റ്റ് കത്തി എങ്ങനെയും പ്രയോഗിക്കാവുന്ന വസ്തുവാണെന്നും അതിനോട് നിയമസാധ്യത ഉണ്ടെന്നുള്ളത് അല്ലെ അതിലൂടെ തെളിയിക്കുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഗവർണർക്ക് അത് പറഞ്ഞ് ചെയ്യാനുള്ള ചങ്കൂറ്റമുണ്ടോ? അത് ചെയ്യാൻ പറ്റുമോ? നിയമപരമല്ലേ അത് ചെയ്യുന്നത്? അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ ഈ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനായിട്ട് ഈ ബഹുമാനപ്പെട്ട ഗവർണർ ഇത് ചെയ്തതിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഇന്ത്യയിൽ ആക്സെപ്റ്റബിലിറ്റി ഉള്ളതാണെന്നും ഇന്ത്യയിൽ അതിനെ നിയമപരമായി തടഞ്ഞില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമപരമായി തടയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ? തോക്ക് ഇവിടെ നിയമപരമായിട്ട് തടഞ്ഞിട്ടുണ്ടാണെങ്കിലും ഈ രാജ്യത്തിൽ ലൈസൻസ് ഉണ്ട്, ആർക്കും തോക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ആരെങ്കിലും തോക്കിനെ പൂജിക്കുമോ? ഇതൊന്നും അല്ല എന്റെ മറുപടി എന്ന് പറയുന്നത്. ഈ രാജ്യത്തിനൊരു യൂണിറ്റി ഉണ്ട്. ആ യൂണിറ്റിയിൽ ഹിന്ദുത്വം മാത്രമല്ല, ഹിന്ദു മതങ്ങൾ മാത്രമല്ല, ഇവിടെ ഇസ്ലാം മതമുണ്ട്, എത്രയോ മതങ്ങളുണ്ട്, ക്രിസ്തു മതമുണ്ട്, ജൈന മതമുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ ഇതാണ് യഥാർത്ഥ മതം, അല്ല ഈ ഹിന്ദുത്വ ആശയമാണ് അത് ശരി, ഇതാണ് ഇന്ത്യ അംഗീകരിച്ചിരിക്കണമെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ആർക്ക് അവകാശം തന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാനാത്വത്തെ ഏകത്വം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളത് എടുത്തു കളയോ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രസംഗിച്ചു നടന്നതും ചില മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതും 400 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ഭരണഘടന തിരുത്തും. നിങ്ങളുടെ അന്നത്തെ കർണാടകയിലെ ഒരു MP പറഞ്ഞു ഞങ്ങൾ ഭരണഘടന തിരുത്തും എന്ന് പറഞ്ഞു. ഇവിടുത്തെ സംസ്ഥാനങ്ങൾ വരെ പിരിച്ചുവിടും, ഇതൊരു ഹിന്ദു രാജ്യമാക്കി മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതിന്റെ മുന്നോടിയായിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് വളരെ വ്യക്തമല്ലേ? അതിനെ സ്വതന്ത്രബോധമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സന്ദേശം ലോകത്തിന് പകർന്നു കൊടുത്ത ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു രാജ്യം സ്നേഹിക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇന്നലെ അവിടെ പ്രകടിപ്പിച്ചത്. പിന്നെ അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിച്ചു, അദ്ദേഹം ചെയ്ത് നിയമവിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട മീതിനോട് ആവർത്തിച്ച് പറഞ്ഞു. എന്ത് നിയമവിരുദ്ധതയും പ്രോട്ടോകോളും ഭരണഘടനാ ലംഘനവും നടത്തിയത് നിർഭാഗ്യവശാൽ നമ്മുടെ ഗവർണറാ. അത് തന്നെയാണ് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് ആവർത്തിച്ച് പറഞ്ഞ് ഏറ്റവും അവസാനം പറഞ്ഞ വിധി എന്താ? ഈ പറയുന്ന രഘു എന്ന് പറയുന്ന തമിഴ്നാട് ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ കൊടുത്ത ഹർജിയിൽ കൃത്യമായ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞ സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 3 മാസമായിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അതിനെന്റെ അർത്ഥം എന്താ? അത് കൊടുത്താൽ അത് ഭരണഘടന വിരുദ്ധമാവും. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, അതിനെ ചോദ്യം ചെയ്യാൻ ആര് ശ്രമിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. നാളുകളിൽ വരുന്ന തലമുറ കാവിയാണ് ഇന്ത്യയുടെ നിറം, ഹിന്ദുത്വമാണ് ഇന്ത്യയുടെ ആശയം, ഞങ്ങൾ അതുകൊണ്ട് അതാണ് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു, ഞാൻ തിരിച്ചു വരാം മിഥുനിലേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും. മിഥുൻ, സമയം വളരെ കുറവാണ്, മറുപടി. നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, രാജ്ഭവനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സെക്ടേറിയൻ സിമ്പിൾ അല്ല. അത് നമ്മുടെ രാജ്യത്ത് പ്രചരിച്ച 100 കണക്കിന് ഭാരതാംബയുടെ സങ്കല്പങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് ഈ പറഞ്ഞ പോലെ RSS അതിന്റെ കോപ്പിറൈറ്റോ അല്ലെങ്കിൽ RSS അവരാണ് വരച്ചതെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ ക്ലാരിഫൈ ചെയ്യേണ്ടത് CPM ആണ്. എന്തുകൊണ്ട് ആ ഭാരതാംബയുടെ ചിത്രം കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് അവർ ക്ലാരിഫൈ ചെയ്യണം. ഇവിടെ കാവി നിറമാണ് അവരുടെ പ്രശ്നമെങ്കിൽ അത് പറയണം, അല്ല ഭാരതാംബയാണെങ്കിൽ അതും അവർ വ്യക്തമാക്കേണ്ടതാണ്. പിന്നെ റെജി ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ നമ്മുടെ എംബ്ലത്തിന് താഴെ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള സത്യമേവ ജയതേ എന്ന സ്ലോഗൻ അത് മുണ്ടക ഉപനിഷത്തിന്റെ അടുത്താണ്. അത് സ്വീകാര്യമാണോ? അത് ഈ പറഞ്ഞ പോലെ അഥർവ വേദത്തിന്റെ ഭാഗമായിട്ടുള്ള മുണ്ടക ഉപനിഷത്തിന്റെ അടുത്താണ്. അത് അവർക്ക് സ്വീകാര്യമാണോ? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സെക്ഷൻ, ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വക്കീൽ സംസാരിച്ചല്ലോ, അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സെക്ഷനിൽ അയോധ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന രാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും ഒക്കെ ഉള്ള ഒരു ചിത്രമുണ്ട്, അതിന്റെ ഒരു ഇലസ്ട്രേഷൻ ഉണ്ട്. അത് സിംബോളൈസ് ചെയ്യുന്ന രാമനാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഐക്കൺ എന്നാണോ? അപ്പം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പല സ്ഥലത്തും പല സമയത്തും വന്നിട്ടുണ്ട്. അതിനൊക്കെ ഈ രീതിയിൽ തള്ളി പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. പിന്നെ മാത്രമല്ല, കാവി എന്നതിന് ഹിന്ദു ട്രഡീഷൻ ആയിട്ടും ജെയിൻ ട്രഡീഷൻ ആയിട്ടും സിഖ് ട്രഡീഷൻ ആയിട്ടും കോട്ടെ സൂഫി ട്രഡീഷൻസ് ആയിട്ടും ഈ പറഞ്ഞ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ ദർഗയിൽ പോലും കാവി നിറമുള്ള ചാദർ അവിടെ വിരിക്കാറുണ്ട്. നമ്മുടെ നരേന്ദ്രമോദി ഒരു കാവി നിറമുള്ള ചാദർ ഗിഫ്റ്റ് കൊടുക്കുന്ന നമ്മളൊക്കെ കണ്ടതാണ്. മാത്രമല്ല, ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് എന്ന് എടുത്ത് ഇപ്പം ബിനോയ് വിശ്വമൊക്കെ വിളിച്ചല്ലോ. അപ്പം ഭാരതമാത എന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനെ കാൾ മാർക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താ പറയാ കൂട്ടിക്കലർത്തി മറ്റൊരു രീതിയിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആദ്യം തന്നെ വക്കീൽ സൂചിപ്പിച്ചത് കൾച്ചറൽ റെഫറൻസസ് ഒന്നുമില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്നാണ്. പിന്നെ അദ്ദേഹം അത് ദേശീയതയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞ കൾച്ചറൽ റെഫറൻസസ് ഇല്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആർട്ടിക്കിൾ 29(1) എന്താ പറയുന്നത്? കൾച്ചറൽ റൈറ്റിനെ കുറിച്ചല്ലേ അത് പറഞ്ഞത്? ആർട്ടിക്കിൾ 51(a)(f) എന്താണ് പറയുന്നത്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റൈറ്റ് ഹെറിറ്റേജ് ഓഫ് അവർ കമ്പോസിറ്റ് കൾച്ചർ.
അപ്പൊ കൾച്ചറൽ റെഫറൻസസ് ഒന്നുമില്ല, നാഷണൽ റെഫറൻസസ് ഒന്നുമില്ല, ആകെയുള്ള റെഫറൻസസ് ഇത് മാത്രമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വക്കീലാണെന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ കോൺഗ്രസ് എന്തുകൊണ്ട് കോൺഗ്രസ് അത് ആക്സെപ്റ്റ് ചെയ്തോ എന്നുള്ളതല്ല. ഈ വാരാണസിയിലെ ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്തത് മഹാത്മാഗാന്ധി അല്ലേ? അപ്പം ഭാരത് മാതാ എന്ന കോൺസെപ്റ്റ് എല്ലാ കാലത്തും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് തെലങ്കാനയിൽ സോണിയാഗാന്ധിയുടെ അമ്പലമുണ്ട്, അത് വേണമെങ്കിൽ അവർ അവിടെ പൂജ നടത്തിക്കോട്ടെ. ഭാരത് മാതാ ഏതായാലും മിഥുൻ ഇത് ഏതായാലും ഈ വിവാദം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. പാഠ്യപദ്ധതിയിൽ എന്താണ് ഗവർണറുടെ ചുമതലയും കടമകളും എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുന്ന ഭാഗം കൂടി ഉൾപ്പെടുത്തും എന്ന തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. നല്ല നിലയിലായിരിക്കില്ല രാജ്ഭവനുമായുള്ള ഇനിയുള്ള പോക്ക് എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. ഭാരതമ്മ ചിത്രവിവാദം ഇവിടെ അവസാനിക്കില്ല എന്ന സൂചനകളാണ് ഇതെല്ലാം നൽകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇന്നിവിടെ പൂർത്തിയാവുകയാണ്.